ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞ് ക്രാഫ്റ്റ് പൈനാപ്പിളിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൈനാപ്പിളിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണണം. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഈ ക്രാഫ്റ്റിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇവിടെ പാലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇതുപോലത്തെ ക്യാനിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസൊക്കെ വലിയ ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, എനിക്ക് ആ മോൾ ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ ആക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഗ്ലാസ് ബോട്ടിൽസിലും ഒക്കെ അത് കളർ പിടിക്കാനായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുക. ഒരു 3-4 കോട്ട് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഇഷ്ടമുള്ളൊരു ഫിഗർ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫെയറീസിൻ്റെ ഇതാണ് വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ സ്റ്റെൻസിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ഡയറക്റ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെൻസിലൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൽ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റെൻസിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ പുറത്തൊന്നും ആവില്ല. അപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിനൊരു സ്കേർട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെയറിക്ക് സ്കേർട്ടാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ ഇല വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേ പൈനാപ്പിളിൻ്റെ ഇലയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇലകളൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു. പക്ഷേ അത് നമുക്ക് ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഇലകളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലെ പൈനാപ്പിളൊക്കെ വാങ്ങുവാണെങ്കിൽ ഇങ്ങനെ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇത് അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഇതാണ് പൈനാപ്പിളിൻ്റെ ഇല വെച്ചിട്ട്. അപ്പോൾ നമ്മളൊക്കെ ചെയ്തു നോക്കും. അപ്പോൾ ഞാൻ ഇലകളൊക്കെ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എനിക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ സ്കേർട്ടിൻ്റെ അടിഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ആ ഒരു ഷേപ്പിലാണ് വെക്കുന്നത്, ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഔട്ട്ലൈനിൽ വരച്ച സ്ഥലത്തൊക്കെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ഇലകൾ അതിനനുസരിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ഗണ്ണൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര പാടൊന്നുമില്ല. കാരണം ഫെവിക്കോൾ ആകുമ്പോൾ അത് ഒട്ടിക്കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും. കാരണം ആ പൈനാപ്പിളിൻ്റെ ഇലയുടെ ആ ഷേപ്പും പിന്നെ അതിൻ്റെ മുകളിൽ ആ കോട്ടിങ് ഉണ്ട്, ഒരു തരം വാക്സ് കോട്ടിങ് പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്ന് ഒട്ടിക്കിട്ടാൻ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ആ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് നമുക്ക് പതുക്കെ അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എപ്പോഴും നല്ല നീളമുള്ളതൊക്കെ അടിയിൽ വെച്ചതിന് ശേഷം മുകളിലേക്ക് വരുമ്പോൾ കുഞ്ഞതാക്കി വെക്കുക. അപ്പോൾ അതേ നമ്മളിപ്പോൾ അത്യാവശ്യം ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഫെവിക്കോൾ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് കീറി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1:1 റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോളിൻ്റെയും വെള്ളത്തിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഇങ്ങനെ ചുരുങ്ങി അതിലൊരു ടെക്സ്ചർ, ഒരു പാറ്റേൺ പോലെയൊക്കെ വരും. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് പൈനാപ്പിളിൻ്റെ ഇലകൾ ഒട്ടിക്കുന്നതെങ്കിൽ അത് കറക്റ്റ് ഷേപ്പിൽ നിൽക്കും. പക്ഷേ ഫെവിക്കോൾ ആയതുകൊണ്ട് അത് നിൽക്കാനായിട്ട് കുറച്ചും കൂടെ ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു ബലത്തിൽ തന്നെ ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു പാറ്റേൺ നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ നല്ലൊരു ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് അത് ഉണങ്ങാൻ വെക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്രോൺസ് പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഗ്ലിറ്ററി ഒരു പിഗ്മെൻറ്റ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഐ ഷാഡോ പാലറ്റിൻ്റെ ഒരു പിഗ്മെൻറ്റാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കുള്ള പിഗ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് കൈയിൻ്റെ വിരൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാം, പക്ഷേ കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്.
അപ്പോൾ നമ്മളത് ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ കുറച്ചും കൂടി ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഷെല്ലുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയിലിരിക്കാനായിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ചും കൂടെ ആ ഒരു ബോട്ടിൽ പ്ലെയിൻ ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മരം പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട്. എന്നിട്ട് ഞാനൊരു ബഡ്സിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറേ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രഷിൽ ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ പുല്ലുകളൊക്കെ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് എനിക്കിങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തത് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ ലീഫ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാരണം നല്ല രീതിയിൽ ആ ഒരു ബ്രോൺസ് പിഗ്മെൻറ്റും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്ലവർ വേസ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷോ പീസാണ്. അപ്പോൾ ചുമ്മാ കിട്ടിയ ഒരു മിൽക്ക് ക്യാനും അതുപോലെ തന്നെ വെറുതെ കളയുന്ന പൈനാപ്പിൾ ലീഫും വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻസിൽ. ഫോട്ടോസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചും കൂടെ തരിക. അപ്പോൾ ഞാനത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ FBയിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.